ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പിറന്നാൾ ഫംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ബേബിക്കുട്ടീനെ ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചിയുടെ കുട്ടിയുടെ ഒന്നാം പിറന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ ഫംഗ്ഷന്. അപ്പോൾ ഇത് അടുത്ത വീട്ടിലത്തെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അഗ്നേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മഞ്ഞ ഡ്രസ്സൊക്കെ ആണല്ലോ ചോദിക്കായിരുന്നു കേട്ടോ അമ്മ. ഞങ്ങളുടെയൊക്കെ കോസ്റ്റ്യൂം ഇതാണ്. അമ്മ നല്ല പിങ്ക് സാരി കെട്ട് സുന്ദരിയായിട്ടില്ലേ, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതുപോലെ ബേബിക്കുട്ടിയും വേദു ഒരു ജീൻസ് പാൻറ്റും ഒരു ബനിയനാണ് കേട്ടോ. ബേബി വൈറ്റാണ്, വേദു ഒരു ബ്ലൂ ആണ്. അതിനുവേണ്ടി അവൻ കുറേ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും അവളെ ഡാൻസ് പഠിക്കുന്ന വീട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ചും കൂടി പോയാൽ ആയി. പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങളൊരു ഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടിയുടെ അമ്മയും അവനും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാക്ക് എടുക്കാൻ പറ്റില്ല, ഫ്രണ്ട് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ചെന്നപ്പോൾ എല്ലാവരും നമ്മൾ തന്നെ ഒരു നോട്ടല്ലേ നോക്കുക. അപ്പോൾ ഈ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് നാണക്കേടുണ്ട് കേട്ടോ ഗൈസ്. ബേബിക്കുട്ടിയാണ് അവിടുത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോൾ എന്താ പോലെ കേട്ടോ, അങ്ങനെ നോക്കുമ്പോൾ എന്താ പോലെ. അപ്പോൾ കുറേയൊക്കെ ഞാൻ അങ്ങനെ ഒന്നും നോക്കാറില്ല, നമ്മളിങ്ങനെ എടുക്കുമല്ലോ. അപ്പോൾ ഈ ഓരോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരൊക്കെ എവിടെ പോയാലും വീഡിയോ എടുക്കുന്ന കാണാമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാ സ്റ്റേജ് കയറി ഇരുന്നു കേട്ടോ ഞങ്ങൾ. അവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആദ്യം ഞങ്ങൾക്ക് വെള്ളം തന്നു, അപ്പോൾ അത് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ബേബി കുട്ടിയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ. പ്രത്യേകിച്ച് പഠിച്ച ഡാൻസ് ഒന്നല്ല, അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡാൻസാണ്. എവിടെ പോയാലും ബലൂണ് കണ്ടാൽ ഇവർക്ക് കൺട്രോൾ പോകും കേട്ടോ. അപ്പോൾ വേദൂനെയാണ് കേട്ടോ മെയിനായിട്ട്. ബലൂണ് കണ്ടാൽ അത് വേണമെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് എടുക്കും കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും കുടിക്കാത്തവൻ അന്ന് എന്താ അറിയില്ല, ആദ്യമായിട്ട് വെള്ളം കാണുന്ന പോലെ വെള്ളമൊക്കെ നല്ല ആസ്വദിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 2 ഗ്ലാസ് വെള്ളമൊക്കെയാണ് കുടിച്ചത്. അതുപോലെ തന്നെ കേക്ക് മിഠായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എത്തിയപ്പോൾ തൊട്ടിട്ട്. അത് നമുക്ക് കിട്ടണേന് മുന്നേ തന്നെ പറയാൻ തുടങ്ങി. അവനൊരു തൊയിലും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ അഗ്നിയോട് ഒരു ഹായൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഒരു പുച്ഛപ്പാവ വിട്ട് അതങ്ങോട്ട് തിരിഞ്ഞു വിട്ടോ. അവൾക്ക് ആ ഹായത് തരാൻ വയ്യ, മടിയായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതാ മിഠായി കിട്ടി. അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഫാമിലി എല്ലാവരും കൂടി സ്റ്റേജിൽ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ അവരുടെ ഫാമിലിയൊക്കെ കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതാ ബേബിക്കുട്ടിയുടെ ഡാൻസും അതുപോലെ തന്നെ അവനുടെ ഡാൻസും ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ കാണുന്നത്. പെട്ടെന്ന് തട്ടിക്കുട്ടിയ ഡാൻസാണ്. അവർ കുക്കുരു കുറുക്കെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാൻസാണ് കേട്ടോ കളിച്ചത് അവർ. അപ്പം വേദുക്കുട്ടനെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. വേറെ ഒന്നുമല്ല, വീഡിയോ എടുക്കണമായിരുന്നു, അവിടെ കയറിയിട്ട് ഡാൻസ് ചെയ്യണമായിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് അവരുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്ന രംഗമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. നല്ല മഴ പറഞ്ഞാൽ നല്ല അതിഗംഭീരമായ മഴയായിരുന്നു കേട്ടോ ഗൈസ്. അതാണ് ആതിര, ബേബിക്കുട്ടിയുടെ ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചി. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിക്കാണ് കേട്ടോ ഫുഡ് എപ്പോഴും കഴിക്കും എന്നുള്ളൊരു ഇതിൽ. പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. 2 കൂട്ടം പായസം സദ്യയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഗൈസ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.